Hi students, welcome back. നമ്മൾ കാണാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 5ൻ്റെ അകത്തെ സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ സെൻസ് ആംപ്ലിഫയർ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് നമ്മളുടെ സ്റ്റാറ്റിക് റാം ഒക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴാണ് നമ്മൾ കണ്ടത്? റീഡ് ഓപ്പറേഷനൊക്കെ കണ്ട സമയത്താണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നത്. വിച്ച് മീൻസ് ബിറ്റ് ലൈൻ ആസ് വെൽ ആസ് ബിറ്റ് ലൈൻ ബാർ, ബി എൽ ബാറിൻ്റെ ചേഞ്ച് ഓഫ് വാല്യൂ വരുന്ന സമയത്ത് അതിനെ റീഡ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് റീഡ് എടുക്കാനായിട്ടായിരുന്നു നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ കണ്ടത്. കാരണം ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാറിൻ്റെ വാല്യൂവിൽ ദർ വിൽ ബി ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഡേറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് അല്ലേ. അപ്പോൾ ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഓഫ് വാല്യൂ വരുന്നതിന് നമ്മൾ സെൻസ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ആൻഡ് സെൻസ് ആംപ്ലിഫയർ ഡിറ്റക്ട്സ് ദ ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി സെൻസ് ആംപ്ലിഫയർ റീഡ് സർക്യൂട്ടറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാർ ഇനീഷ്യലി നമ്മൾ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ദേ വെർ പ്രീ ചാർജ് ടു വി ഡി ഡി അല്ല. നമ്മൾ ഓൾറെഡി റീഡ് ഓപ്പറേഷൻ അതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ റീഡ് ഓപ്പറേഷൻ എനേബിൾ ചെയ്ത് കഴിയുന്ന സമയത്ത് 0 ആണോ 1 ആണോ എന്നനുസരിച്ച് ചേഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ദെയർഫോർ ബേസിക്കലി ദ സെൻസ് ആംപ്ലിഫയർ ഡിറ്റക്ട്സ് ദിസ് ചേഞ്ച് ഓഫ് വാല്യൂ ഇൻ ദ ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാർ ലൈനിൽ ഉള്ള ചേഞ്ച് ഓഫ് വാല്യൂവിനെ നോക്കിയിട്ട് ഓർ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആംപ്ലിഫൈ ഓർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ബേസിക്കലി നമ്മളുടെ സെൻസ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. Basically there are 3 different functions for a sense amplifier. The first one is the amplification process. കാരണം ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാറിൻ്റെ ചേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്മോൾ വോൾട്ടേജ് ആയിരിക്കും. അതിനെ നമുക്കൊരു റെക്കഗ്നൈസബിൾ വോൾട്ടേജ് റേഞ്ചിലേക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കണം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈസ് ദ ഡിലേ റിഡക്ഷൻ ഫോർ ചേഞ്ച് ഓഫ് ബി എൽ വാല്യൂ, ചേഞ്ച് ഇൻ ദ ബി എൽ വാല്യൂ ആസ് വെൽ ആസ് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ ഡിലേ ഉണ്ടാവാനായിട്ട് പാടില്ല. ദ ഡിലേ ഷുഡ് ബി മിനിമൽ ഓർ ഫാസ്റ്റ് ചേഞ്ച് അല്ലേ. ഒരു ചേഞ്ച് ഓഫ് വാല്യൂ നടന്നു കഴിയുമ്പോൾ അപ്പം തന്നെ റീഡ് ചെയ്തിരിക്കുന്നത് 0 ആണോ 1 ആണോ എന്നുള്ളത് വിത്തൗട്ട് എനി ഡിലേ ദാറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. Then third one is the power reduction. It eliminates a large part of the power dissipation due to charging and discharging of the bit lines. Next, this ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് is a basic block diagram of a memory cell. അപ്പോൾ നമ്മൾ നോക്കിക്കേ, അപ്പം നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന പോലെ തന്നെ ബിറ്റ് ലൈൻസ് ആസ് വെൽ ആസ് ബിറ്റ് ലൈൻ ബാർ, ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാർ ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെമ്മറി സെൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ സ്റ്റാറ്റിക് റാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാറിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ് ആർ ബീങ് കണക്റ്റഡ് ടു എ സെൻസ് ആംപ്ലിഫയർ. ഇതാണ് ഒരു ബേസിക് ആയിട്ടൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസ് ആംപ്ലിഫയർ ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എ മെമ്മറി element. Then therefore the major important role of a sense amplifier is in its functionality. It improves the functionality, performance as well as reliability of the memory cell. Okay, അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസ് ആംപ്ലിഫയർ നമ്മൾ കോമൺലി യൂസ്ഡ് ഈസ് എ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ ഓർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മളടുത്ത് സെൻസ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അങ്ങനെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു ബി എൽ ആസ് വെൽ ആസ് ബി എൽ ബാർ ലൈൻസിൽ ചേഞ്ച് ഓഫ് വോൾട്ടേജ് നടക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ ചേഞ്ച് ഓഫ് വോൾട്ടേജിനെ ഡിറ്റക്റ്റ് ചെയ്ത് ആ ചേഞ്ച് ഇൻ വാല്യൂവിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബേസിക്കലി നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ സെൻസ് ആംപ്ലിഫയർ ആയിട്ട് ഓർ ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്നാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം നോക്കിക്കേ. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന 60 SRAM സെല്ലാണ് മുകളിൽ ഗ്രേ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട്സ് ബി എൽ ആൻഡ് ബി എൽ ബാർ ലൈനിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ് ആർ കണക്റ്റഡ് ആസ് ഇൻപുട്ട്സ് ടു ദ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ ആൻഡ് എ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിനെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ബേസിക്കലി ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ടു ബി യൂസ്ഡ് എന്ന് വിച്ച് ഈസ് യൂസ്ഡ് എന്ന് പറയുന്നത് ഇസ് ദ കോമൺ മോഡ് റിജക്ഷൻ.
which means they reject the noise which are equally injected to both the inputs. BL as well as BL bar രണ്ടിലും ഉണ്ടാവുന്ന നോയ്സിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. And this is basically monitored with the help of CMRR, common mode rejection ratio. Then second advantage എന്ന് പറയുന്നത് is to suppress the spikes on power supply, which is again measured using another parameter which is PSRR, which means power supply rejection ratio. ഇപ്പോൾ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ V1 ആസ് വെൽ ആസ് V2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് BL1 ആസ് വെൽ ആസ് BL2 ഓർ ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസിൻ്റെ വോൾട്ടേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. മീൻസ് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും, അതിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു സിംഗിൾ ഔട്ട്പുട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് V0 ഒരു സിംഗിൾ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുന്നത്, മറ്റേ ഔട്ട്പുട്ടിനെ ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ ആണത്. Then output voltage V0 is given by A into V1 minus V2. A is the gain. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടറിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, M3 ആസ് വെൽ ആസ് M4 എന്ന് പറഞ്ഞ് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്, വിച്ച് ആക്ട് ആസ് active mirror load. Then inputs, which means bit as well as bit bar lines ആണ് നമ്മളുടെ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് they are being supplied to M1 as well as M2 transistors. പിന്നെ ഔട്ട്പുട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ടാണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് കോൺഫിഗറേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം നമ്മൾ ബിറ്റ് ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസിൻ്റെ difference is getting amplified and is taken as the output. പിന്നെ ഇവിടെ വേറൊരു കിടപ്പുണ്ട് SC. SC എന്ന് പറയുന്നത് is a sense amplifier enabling signal. M5ൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് SC. This is basically to നമ്മളുടെ ഈ റീഡ് ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടു റീഡ് നമ്മൾ എന്ത് ചെയ്യണം, SC എനേബിൾ ചെയ്യുക മീൻസ് M5 is getting turned on, അല്ലെങ്കിൽ SCനെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സെൻസ് ആംപ്ലിഫയർ സർക്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബേസിക്കലി ഇറ്റ്സ് ആൻ എനേബിളിംഗ് സിഗ്നൽ. നമ്മളുടെ സെൻസ് ആംപ്ലിഫയറിനെ എനേബിൾ ചെയ്യാനായിട്ടാണ് ഈ SC എന്ന് പറഞ്ഞ സിഗ്നലിനെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫിഗറിൽ കാണാം ഔട്ട്പുട്ട് Y എന്ന് പറയുന്നത് ഇസ് ഗിവൺ. ഈ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് Y എന്ന് പറയുന്ന ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബീങ് കണക്റ്റഡ് ടു ആൻ ഇൻവേർട്ടർ. നമ്മളിപ്പം നേരത്തെ നമ്മൾ CMOSൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ പഠിച്ച സമയത്ത് കണ്ട പോലെ തന്നെ ഫൈനലി ഒരു ഇൻവേർട്ടറാണ്. ഇതിൻ്റെ ഇൻവേർട്ടറിൽ നിന്നാണ് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. Y എന്ന് പറയുന്നത് നമ്മളുടെ സിംഗിൾ എൻഡഡ് തന്നെയാണ്. സിംഗിൾ എൻഡഡ് വിച്ച് ഈസ് അഗെയിൻ ഗിവൺ ടു ആൻ ഇൻവേർട്ടർ ഫ്രം വിച്ച് ദ ഫൈനൽ ഔട്ട്പുട്ട് ഈസ് ബീയിങ് ടേക്കൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ കാണുന്നത് ഈസ് ദ working of the differential voltage sense amplifier circuitry. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻപുട്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. BL and BL bar or bit as well as bit bar lines which are given to M1 and M2 അല്ലേ. നമ്മൾ ഓൾറെഡി റീഡ് ഓപ്പറേഷൻ നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്. ഇനീഷ്യലി ബിറ്റ് ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസ് ആർ ബീങ് പ്രീചാർജ്, അല്ലെങ്കിൽ ദേ ആർ ബീങ് കണക്റ്റഡ് ടു VDD. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ SC എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻസ് ആംപ്ലിഫയർ എനേബിൾ സിഗ്നൽ എന്ന് പറയുന്നത് വിൽ ബി ലോ ആണല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യലി ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഒറിജിനൽ റീഡ് ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ റീഡ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്, വൺ ഓഫ് ദ ബിറ്റ് ലൈൻ വാല്യൂസ് വിൽ ഡ്രോപ്പ് ടു 0 ആണല്ലോ. വൺ ഓഫ് ദ ബിറ്റ് ലൈൻ എന്തായാലും രണ്ടും ഇനീഷ്യലി VDDയിലേക്ക് ചാർജ് ആയിരുന്നു. വൺ ഓഫ് ദം will be dropped to 0 according to the data that is stored inside. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു എനേബിൾ ദ SC will be enabled. SC enabled ആയി കഴിയുക മീൻസ് എന്തായിരിക്കും സംഭവിക്കുന്നത്, ആ സമയത്തായിരിക്കും എൻ്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിൽ ബി ടേൺഡ് ഓൺ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ടേൺഡ് ഓൺ ആവുക മീൻസ് എൻ്റെ ബിറ്റ് ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഔട്ട്പുട്ട് ഫ്രം ദ 60 SRAM. അതിന് ഇവാലുവേറ്റ് ചെയ്ത് ദാറ്റ് ഡിഫറൻസ് ഈസ് ബീയിങ്
amplified and the output is being taken. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നത്? ബിറ്റ് ബാർ ലൈൻ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ദ data stored is taken as 1, and if bit line is equal to 0, that means output stored is 0. Bit line 0 ആണെന്നുണ്ടെങ്കിൽ output is 0, and if bit bar or bit bar line 0 ആണെന്നുണ്ടെങ്കിൽ output is equal to 1, അല്ലെങ്കിൽ bit line is equal to 1 ആണെങ്കിൽ output will be equal to 1. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി SC ലൈൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും അല്ലേ, കാരണം നമുക്ക് പ്രീ ചാർജിങ് നടക്കണം. അതിനുശേഷം റീഡ് ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദർ വിൽ ബി ചേഞ്ച് ഇൻ BL വാല്യൂ, either BL or BL bar, then enabling of the SC will be enabled to activate the amplifier circuit. Then the difference is being calculated and amplified and is being given as the output. Okay, ഇപ്പോൾ ഈ ഡയഗ്രാം കാണിക്കാൻ പോകുന്നത് SRAMൻ്റെ എൻറ്റയർ റീഡ് ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഡയഗ്രാം ഓർ ദ കംപ്ലീറ്റ് റീഡ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഇത്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ ആ ഗ്രേ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് ഈസ് ബേസിക്കലി ദ സർക്യൂട്ടറി ഫോർ പ്രീ ചാർജിങ് ആസ് വെൽ ആസ് ഇക്വലൈസേഷൻ. കാരണം നമ്മളുടെ റീഡ് ഓപ്പറേഷൻ 60 SRAMൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് വേണ്ടി. ഇത് റീഡ് ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ബോത്ത് ദ ബിറ്റ് ലൈൻസ് ഷുഡ് ബി പ്രീ ചാർജ് ടു VDD. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചത് അല്ലേ. റീഡിങ് ഓപ്പറേഷൻ പഠിച്ചത് അങ്ങനെയല്ലായിരുന്നു. ഇനീഷ്യലി പ്രീ ചാർജിങ് ടു ബിറ്റ് ലൈൻസ് ടു VDD. അതിന് വേണ്ടിയിട്ട് ആസ് വെൽ ആസ് ഇക്വലൈസേഷൻ അത് നമ്മളിനി കാണുന്നുണ്ട്. അതാണ് ഫസ്റ്റ് നടക്കേണ്ടത്. അപ്പോൾ നോക്കുക, അപ്പം മേളിൽ എക്സ്ട്രീം ലെഫ്റ്റിലും ആസ് വെൽ ആസ് എക്സ്ട്രീം റൈറ്റിലും 2 PMOSകൾ വെച്ചിട്ടുള്ളൊരു കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് വൺ ഓഫ് ദ PMOS ഈസ് ഗ്രൗണ്ടഡ്, വിച്ച് മീൻസ് ആ PMOS എന്ന് പറയുന്നത് ഓണാണ് അല്ലേ. ആൻഡ് സെക്കൻഡ് PMOS എന്ന് പറയുന്നത് ആർ ബീയിങ് കണക്റ്റഡ് ടു എ PC bar. ഇറ്റ് ഈസ് ബേസിക്കലി ഇത്രയുള്ളൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ് വെൻ എ ലോ വോൾട്ടേജ് ഈസ് ബീയിങ് സപ്ലൈഡ് അല്ലേ. ലോ വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലോ വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അത് കണക്ട് ചെയ്തിരിക്കുന്ന 2 PMOSകൾ, ടോട്ടലി 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി മുകളിലത്തേതാണ് ഞാൻ പറയുന്നത്. 2 PMOSകളും വിൽ ബി ടേൺഡ് ഓൺ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ മുകളിൽ കാണിച്ചിരിക്കുന്ന 2 PMOSകൾ റൈറ്റ് സൈഡിലത്തെയും ലെഫ്റ്റ് സൈഡിലത്തെയും ആ 2 PMOS ഇൻ്റർ കണക്ഷനുള്ള ആ 2 പോർഷൻസ് എന്ന് പറയുന്നത് വിൽ ബി ഗെറ്റിംഗ് ടേൺഡ് ഓൺ. കാരണം ഒരെണ്ണം ഓൾറെഡി ഓൺ ആയിരുന്നു. ഇപ്പോൾ PC ബാറിന് നമ്മളുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ PMOSും ഓണായി, വിച്ച് മീൻസ് അതെങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരെണ്ണം BLലേക്കും റൈറ്റ് സൈഡിലത്തേത് BL ബാറിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് BL ആസ് വെൽ ആസ് BL ബാർ ലൈൻസ് ആർ നൗ കണക്റ്റഡ് ടു VDD or they are being pre-charged to VDD ആണല്ലോ. പിന്നെ PC ബാർ എന്ന് പറയുന്നത് മൂന്നാമത് ഒരു PMOSലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. EQ വെച്ച് കാണിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഇക്വലൈസേഷൻ ട്രാൻസിസ്റ്റർ. അപ്പം PC ബാർ നമ്മൾ വാല്യൂ കൊടുത്ത് ഇൻപുട്ട് കൊടുത്തേക്കുമ്പോൾ എന്തും കൂടെ സംഭവിക്കുന്നു? തേർഡ് ഒരു PMOSനെയും കൂടെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗെറ്റിംഗ് ടേൺഡ് ഓൺ. അത് ബേസിക്കലി ഇതേ ഉള്ളൂ. ഇക്വലൈസേഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ equal initial voltage in BL and BL bar, and this process is being called as equalization. Turn on ചെയ്യുന്ന സമയത്ത് BL as well as BL ബാറിൽ ഈക്വൽ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്, and this is called as equalization. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സെൻസ് ആംപ്ലിഫയറിന് കറക്റ്റ് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഈ കറക്റ്റ് വാല്യൂസിനെ ഗെയിൻ ചെയ്യാനായിട്ടാണ് ബേസിക്കലി ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആ എൻ്റെ ഗ്രേ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർക്യൂട്ടറി എന്ന് പറയുന്നത് പ്രീ ചാർജിങ് ആസ് വെൽ ആസ് ഇക്വലൈസേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഇനിയിപ്പോൾ നമ്മളുടെ ഓൾറെഡി പ്രീ ചാർജിങ് ആസ് വെൽ ആസ് ഇക്വലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ഡിവൈസ് ടേൺ ഓൺ ചെയ്ത സമയത്താണ്. ഇനിയിപ്പോൾ വീണ്ടും അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദെർഫോർ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ഡിസേബിൾ ദ പ്രീ ചാർജ് ആസ് വെൽ ആസ് ദ ഇക്വലൈസേഷൻ ഡിവൈസസ്. കാരണം എങ്കിൽ മാത്രമേ എനിക്ക് റീഡ് ഓപ്പറേഷനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെർഫോർ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ഡിസേബിൾ ദം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. ദെർഫോർ നമ്മൾ ഓൾറെഡി കണ്ട പോലെ വേർഡ് ലൈൻ ഷുഡ് ബി എനേബിൾഡ്. നേരത്തെ നമ്മൾ SRAMിൽ കണ്ട പോലെ തന്നെ വേർഡ് ലൈൻ ഷുഡ് ബി എനേബിൾഡ്. വേർഡ് ലൈനിനെ എനേബിൾ ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ദ ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ്
വിൽ ബി ഗെറ്റിംഗ്, രണ്ടാമത്തെ ഗ്രേ ബോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ 60 SRAM നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് വിൽ ബി ഗെറ്റിംഗ് ടേൺഡ് ഓൺ ആണല്ലോ. അങ്ങനെ നമ്മളുടെ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ഏതർ BL അല്ലെന്നുണ്ടെങ്കിൽ BL ബാറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ചേഞ്ച് ഉണ്ടാകുന്നു അല്ലേ, വിച്ച് ഈസ് ബീയിങ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൻസ് ആംപ്ലിഫയർ. ഇപ്പോൾ സെൻസ് ആംപ്ലിഫയറിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് പ്രീവിയസ് ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു SA അല്ലേ. SA സിഗ്നൽ ഷുഡ് ബി, ഇതുവരെയുള്ള പ്രോസസ്സ് മീൻസ് അൺടിൽ BL അല്ലെന്നുണ്ടെങ്കിൽ BL ബാർ ഒരു ചേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടാകുന്നതിന് വരെ SA സിഗ്നൽ വാസ് ടേൺഡ് ഓഫ് അല്ലേ. വെൻ ദർ ഇസ് എ ചേഞ്ച് ഓഫ് വാല്യൂ SA signal will be enabled, which means the entire sense amplifier will be activated. Then ഇപ്പോൾ കാണുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ കണ്ടിരിക്കുന്ന സിംഗിൾ സ്റ്റേജ് ഡിഫറൻഷ്യൽ സെൻസിങ് ആംപ്ലിഫയർ സർക്യൂട്ടറി തന്നെയാണ്. സെക്കൻഡ് ഡയഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ് എ 2 സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടറി. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടലി 2 സ്റ്റേജസ് ആയിട്ട് ഇവിടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് വിത്ത് ദ സെയിം ഇൻപുട്ട്സ്. ഇപ്പോൾ ഇവിടെ എക്സ് ആൻഡ് എക്സ് ബാർ ആണ് രണ്ടിൻ്റെയും കാണിച്ചിരിക്കുന്നത്. എക്സ് ആസ് വെൽ ആസ് എക്സ് ബാർ ആണ് ഇൻപുട്ട്സ് ടു M1 ആൻഡ് M2 രണ്ടിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജിലിരിക്കുന്ന രണ്ട് സെൻസ് ആംപ്ലിഫയേഴ്സിന് ഇൻപുട്ടായിട്ട് കാണിച്ചിരിക്കും. എക്സ് ആൻഡ് എക്സ് ബാർ ഡിനോട്ട്സ് ബിറ്റ് ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസ്. And the output of these 2 differential amplifiers are given as input of the third differential amplifier, which is in the second stage. ഇത്രമായി കഴിയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മളുടെ 2 stage differential amplifier is complete. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്കിംഗ് തന്നെ ഇപ്പോൾ തൊട്ടും നമ്മൾ കണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു റൈറ്റപ്പാണ്. ഓൾറെഡി നമ്മൾ കണ്ടു എങ്ങനെയാണ് വരേണ്ടത്. ബിറ്റ് ലൈൻസ് ആർ ബീയിങ് പ്രീ ചാർജ് ടു VDD ആണല്ലോ. PC ബാർ ലൈനിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഷുഡ് ബി ഗിവൺ എ ലോ വാല്യൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും മേളത്തെ ടോപ്പിലുണ്ടായിരുന്ന രണ്ട് സെറ്റ് ഓഫ് PMOS devices are getting turned on, as well as EQ transistor was also getting turned on. അപ്പോൾ മേളിലെ രണ്ട് PMOS devices turned on, I means both the bit as well as bit bar lines are connected to VDD or they are pre-charged to VDD. Then EQ means equalization transistor, ബിറ്റ് ആസ് വെൽ ആസ് ബിറ്റ് ബാർ ലൈൻസിന് ഈക്വൽ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് EQ ട്രാൻസിസ്റ്റർ നമ്മൾ ഇറ്റ് വാസ് ഗെറ്റിംഗ് ടേൺഡ് ഓൺ. ദെൻ പിന്നെ എന്താണ് വാസ് ടു ഡിസേബിൾ ദ പ്രീ ചാർജ് ആസ് വെൽ ആസ് ദ ഇക്വലൈസേഷൻ ഡിവൈസസ്. കാരണം റീഡ് ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വേർഡ് ലൈനെ എനേബിൾ ചെയ്യാൻ പോവാണ്. ദെർഫോർ നെക്സ്റ്റ് ഈസ് ടു എനേബിൾ ദ വേർഡ് ലൈൻ. ദെൻ വേർഡ് ലൈൻ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അക്കോർഡിംഗ് ടു ദ ഡേറ്റ സ്റ്റോർ ദർ വിൽ ബി ചേഞ്ച് ഇൻ വാല്യൂ അറ്റ് ദ BL ഓർ BL ബാർ ലൈൻ അല്ലേ. BL or BL bar ലൈനിൽ ചേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു ആക്ടിവേറ്റ് ദ SC സിഗ്നൽ ഓഫ് ദ സെൻസ് ആംപ്ലിഫയർ. ദെൻ the difference between the values are being taken and they are amplified and as given as the output from the sense amplifier. This is the entire working of the process. That's all about the sense amplifier. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If there is any doubt, please do contact me. Thank you.